ഇടതിന് വോട്ട് ചെയ്യണോ? എന്തിനു വോട്ട് ചെയ്യണം? കേരളത്തിലില്ലാത്ത BJPയെ വളർത്തുവാൻ വേണ്ടിയിട്ട്. ചിഹ്നം നിലനിർത്താനും ദേശീയ പാർട്ടി പദവി പോകാതിരിക്കുവാനും വേണ്ടി മാത്രം മത്സരിക്കുന്ന ഇടതിന് ഇന്ത്യ നിലനിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും? പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന്. എന്നിട്ട് നിങ്ങൾ 8 മാസം പെൻഷൻ മുടക്കിയില്ലേ? 8 മാസക്കാലമായി നിങ്ങൾ മുടക്കിയ പെൻഷന്റെ പേരിലല്ലേ ജോസഫ് അടക്കമുള്ള നിരവധി മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്ത മണ്ണായി കേരളം മാറിയത്? രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ചു, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, ഭവന നിർമ്മാണകരം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ വർദ്ധിപ്പിക്കാത്തതായിട്ട് മലയാളിയുടെ ജീവിത സാഹചര്യം മാത്രമാണ്. ബസ് ചാർജ് വർദ്ധിപ്പിച്ചു ഈ സർക്കാർ. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം വർദ്ധിപ്പിച്ചത് നമുക്ക് മറക്കുവാൻ കഴിയും. സ്റ്റൗ ഓൺ ചെയ്യാൻ കഴിയില്ല, വില കേട്ടാൽ പൊട്ടിത്തെറിക്കും. മോദി LPGയുടെ വില കൂട്ടുമ്പോൾ ഇതിൽ വെച്ച് പാകം ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുള്ളതായി. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല. ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് വിലക്കയറ്റവും സൃഷ്ടിച്ചിട്ടുണ്ട്. കാട്ടാനയും കാട്ടുപോത്തും കാട്ടുമന്നിയും തുടങ്ങി കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യന്മാരെ കൊല്ലുമ്പോൾ കേരളത്തിലെ മന്ത്രിമാർ എന്തു ചെയ്യുകയായിരുന്നു? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ടും കുഞ്ഞുമക്കൾക്ക് ആശ്വാസമായിരുന്ന ശ്രുതിതരംഗം പദ്ധതിയും ഇന്നുണ്ടോ? മരുന്നില്ലാത്ത ആശുപത്രികൾ, സ്കോളർഷിപ്പ് ഇല്ലാത്ത SC/ST വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പരിച്ഛേദമാണ്. ലൈഫ് മിഷനിൽ പുതിയൊരു വീട് പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. മഹാത്മജിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്രം കൊല്ലുമ്പോൾ